ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോയുടെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. UK രാഷ്ട്രീയത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സംഭവം കൂടി ഇന്ന് നടന്നു കഴിഞ്ഞു. UK പുതിയ പ്രധാനമന്ത്രിയായി ആൻഡി ബെൻഹാം അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. 4 വർഷത്തിനിടെ 5ാമത്തെ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ UK അധികാരം ഏറ്റെടുക്കുന്നത്. 2016 ശേഷം 7ാമത്തെ പ്രധാനമന്ത്രി എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആൻഡി ബെൻഹാമിന് മുന്നിൽ നല്ല രീതിയിലുള്ള സമ്മർദ്ദമാണ് മുന്നിലുള്ളത്. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് UK പ്രധാനമന്ത്രികൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രധാനമന്ത്രി വാഴാത്ത നാട് എന്ന രീതിയിൽ ഇപ്പോൾ പല എതിരാളികളും ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ ആൻഡി ബെൻഹാമിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കേണ്ടി പോകുന്നത്. പ്രത്യേകിച്ച് ILR ഒരുപാട് പേര് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. പുതിയ ഗവൺമെൻറ് അധികാരം ഏറ്റെടുക്കുമ്പോൾ ILRൽ മറ്റ് തീരുമാനങ്ങളോ മറ്റോ വല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ച്. പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എന്താണ്, കഴിഞ്ഞ ഗവൺമെൻറ്റിലെ കെയർ സ്റ്റാമർ ഗവൺമെൻറ്റിലെ ഹോം സെക്രട്ടറി ആയിരുന്ന ഷബാന മുഹമ്മദ് തന്നെയാണ് പുതിയ ഗവൺമെൻറ്റിൽ ഹോം സെക്രട്ടറി ആയിട്ടുള്ളത്. മറ്റു പല മന്ത്രിമാർക്കും അധികാരം നഷ്ടപ്പെട്ടെങ്കിലും ഒരുപാട് പുതിയ മന്ത്രിമാരാണ് പുതിയ ബെൻഹാം മന്ത്രിസഭയിലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ പറയുന്നുണ്ട്. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. UK വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, UK ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും UK ഇത്തരം രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ബോധവാന്മാരായിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. UK ഇത്രയും ഒരു രാഷ്ട്രീയ അസ്ഥിരതയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ UK താമസിക്കുന്ന മലയാളികളായിട്ടുള്ള പ്രവാസികളെയും അതേപോലെ UK പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന നമ്മളുടെ കുട്ടികളെയൊക്കെ ഇതൊക്കെ എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ കറണ്ട് ബില്ലിലൊക്കെ പുതിയ ഗവൺമെൻറ് നല്ല രീതിയിൽ ഇളവുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി UK ഗവൺമെൻറ് ലേബർ പാർട്ടിക്കുള്ളിൽ തന്നെ കടുത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് കോസ്റ്റ് ഓഫ് ലിവിങ് UK കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന കുടിയേറ്റവും ഗവൺമെൻറ്റിനെ വെട്ടിലാക്കി. അപ്പോൾ ഇതിനെയൊക്കെ തുടർന്ന് റീഫോം UK പാർട്ടി മെയ് ഇലക്ഷനിൽ നല്ല രീതിയിൽ അവർ കൗൺസിൽ ഇലക്ഷനിൽ തൂത്തുവാരിയപ്പോൾ കെയർ സ്റ്റാമർക്ക് പാർട്ടിക്കുള്ളിൽ നിൽക്കക്കള്ളിയില്ലാതാവുകയും അദ്ദേഹം റിസൈൻ ചെയ്യാൻ ഇടവരികയും ചെയ്തു. പുതിയ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ ആൻഡി ബെൻഹാം തൻ്റെ പ്രഥമ പരിഗണനയായി പറയുന്നത് ജനങ്ങൾക്ക് ശ്വസിക്കാൻ സമയം നൽകുക അഥവാ ബ്രീത്തിങ് സ്പേസ് നൽകുക എന്നതായിരിക്കും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ കോസ്റ്റ് ഓഫ് ലിവിങ്ങിൽ വലിയ രീതിയിൽ മാറ്റം വരുത്തുമെന്നും ഈ ഒരു വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റവും ചെലവുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും എന്ന് തന്നെയാണ്. അപ്പോൾ ഒരു പുതിയ പ്രധാനമന്ത്രി വരുമ്പോൾ തീർച്ചയായിട്ടും വൻ മാറ്റങ്ങൾ മന്ത്രിസഭയിൽ ഉണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ അഴിച്ചുപണികൾ തന്നെയാണ് ആൻഡി ബെൻഹാം ഗവൺമെൻറ് ഉള്ളത് എന്നുള്ളതാണ് BBC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കെയർ സ്റ്റാമർ ഗവൺമെൻറ്റിലെ പല മന്ത്രിമാർക്കും അധികാരം നഷ്ടപ്പെട്ടതായും പുതിയ പല ആൾക്കാരും മന്ത്രിസഭയിൽ കയറി വന്നതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. UK ചാൻസലർ എന്ന് പറഞ്ഞാൽ ധനകാര്യമന്ത്രിയാണ്. നമ്മളൊക്കെ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയില്ലേ, തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ജോൺ ഹീലിയാണ്. അതേപോലെ ഹോം സെക്രട്ടറി അത് ഷബാന മുഹമ്മദാണ്. കഴിഞ്ഞ തവണയും അവർ തന്നെയായിരുന്നു. ഫോറിൻ സെക്രട്ടറി ആയിട്ട്, അതായത് വിദേശകാര്യമന്ത്രി, നമ്മുടെ നാട്ടിലെ വിദേശകാര്യമന്ത്രിയാണ് ഇവിടെ ഫോറിൻ സെക്രട്ടറി. അത് മിലിൻബാർട്ട് എന്ന മന്ത്രിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതേപോലെ ഡിഫൻസ് സെക്രട്ടറി ആയിട്ട് വെസ്റ്റ് ട്രീറ്റിംഗ് ആണ്. വെസ്റ്റ് ട്രീറ്റിംഗ് നിങ്ങൾ എല്ലാവരും അറിയും. കഴിഞ്ഞ NHSൻ്റെയൊക്കെ, അതായത് കഴിഞ്ഞ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നു വെസ്റ്റ് ട്രീറ്റിംഗ്. കെയർ സ്റ്റാമറുടെ വലങ്കയായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഈ വെസ്റ്റ് ട്രീറ്റിംഗ് അടുത്ത പ്രധാനമന്ത്രി ആയേക്കും എന്ന രീതിയിലൊക്കെ ആയിരുന്നു ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റീറ്റിംഗ് ആണ് രാജിവെച്ച് പ്രധാനമന്ത്രിയോട് കെയർ സ്റ്റാമറോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നൊക്കെയാണ് ഇത്തരം വലിയ രീതിയിലൊരു മന്ത്രിസഭയിൽ മാറ്റങ്ങൾ തന്നെ ഉണ്ടായത്. അപ്പോൾ വെസ്റ്റ് സ്റ്റീറ്റിംഗ് ഈ പുതിയ മന്ത്രിസഭയിലുണ്ട്. പക്ഷേ അത് ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ടല്ല, പകരം ഡിഫൻസ് സെക്രട്ടറി ആയിട്ടാണ്. അതേപോലെ തന്നെ സാങ്കേതിക വിദ്യയുടെ വളർച്ച മുന്നിൽ കണ്ട് പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ പുതിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പുതിയ മന്ത്രിസഭയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വകുപ്പിന് മാത്രമായിട്ട് ഒരു മന്ത്രിയോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിനിസ്റ്റർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കനിഷ്ക നാരായൺ എന്നൊരു പുതിയ മന്ത്രിയെ കൂടി പുതിയ ഗവൺമെൻറ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇനി സാധാരണക്കാർക്ക് ഏറ്റവും ഉപകാരപ്പെട്ടേക്കാവുന്ന കുറച്ച് പ്രഖ്യാപനങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ UK മലയാളി പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു പോർഷൻ ഇതാണ്. അതായത് അധികാരമേറ്റ ഉടനെ തന്നെ പ്രധാനമന്ത്രി ആൻഡി ബെൻഹാം പ്രഖ്യാപിച്ചത് വൈദ്യുതി ബില്ലുകളിൽ നിന്നുള്ള വാറ്റ് പൂർണ്ണമായും ഒഴിവാക്കുമെന്നാണ്. അത് ടാക്സ് കുറയ്ക്കും എന്ന രീതിയിലും. അടുത്ത കറണ്ട് ബില്ല് കാരണം ബുദ്ധിമുട്ടുന്ന UK ഓരോ കുടുംബത്തിലും ഈ ഒരു പ്രഖ്യാപനം വലിയൊരു ആശ്വാസമായി മാറും എന്നുള്ളൊരു തർക്കമില്ല. എന്നാൽ വെറുമൊരു താൽക്കാലിക പരിഹാരമല്ല, UK പൂർണ്ണമായും നല്ല രീതിയിൽ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 10-year പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആൻഡി ബെൻഹാം പറഞ്ഞു വെച്ചിട്ടുള്ളത്. മുൻപ് നമ്മൾ NHSനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി NHS 10-year കെയർ സ്റ്റാമർ ഗവൺമെൻറ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ UK മൊത്തം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 10-year മുന്നോട്ട് വയ്ക്കുമെന്നുള്ളതാണ്
പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പ്രവാസികൾ വിദ്യാർത്ഥികളൊക്കെ ഉറ്റുനോക്കുന്ന എന്താണ്, ഇവിടുത്തെ കുടിയേറ്റത്തിൽ വല്ല മാറ്റങ്ങളുണ്ടാവോ, ഇമിഗ്രേഷനിലൊക്കെ വല്ല മാറ്റങ്ങളുണ്ടാവോ എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ തന്റെ ആദ്യ പ്രസംഗത്തിൽ ഇമിഗ്രേഷനെ കുറിച്ച് ഒരു മാറ്റം ഒന്നും അത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി പുതിയ ഹോം സെക്രട്ടറിയായി ഷബാന മുഹമ്മദ് തന്നെ വരുന്നതോടെ അവരുടെ മുൻ തീരുമാനങ്ങളിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. വിദ്യാർത്ഥികളെ പാർട്ട് ടൈം ജോലി സമയം ഇപ്പോൾ 20 മണിക്കൂറാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിൽ വല്ല മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടോ? അതേപോലെ തന്നെ ഡിപ്പെൻഡൻസ് വിസ നിയമങ്ങളിൽ മാറ്റം വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം. എന്തായാലും പുതിയ പ്രധാനമന്ത്രി അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞു. തീരുമാനങ്ങൾ വരുന്നതനുസരിച്ച് ഈ ചാനലിലൂടെ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മളെ ചാനൽ കാണുന്ന ആൾക്കാരുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും ഒരു ക്വിസ് പ്രോഗ്രാം പോലെ UK ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനൊക്കെ ഒരു ക്വിസ് എന്ന രീതിയിൽ തരുന്നുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ ഈ പോലത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വീഡിയോ ചെയ്യുന്നതനുസരിച്ച് അതിലെ കണ്ടൻസ് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ക്വിസ് പ്രോഗ്രാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ ആവുകയും ചെയ്യും, ഈ വീഡിയോസിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നത് നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുകയും ചെയ്യും എന്നൊരു ഉദ്ദേശമാണ്. അപ്പോൾ സമയം കിട്ടുന്ന മുറയ്ക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി ടാബിലും കൂടി ഒന്ന് വന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, UK ഏറ്റവും രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡി ബെൻഹാം പ്രധാനമന്ത്രിയായി എന്ന് ഏറ്റവും UK ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റ് തന്നെയാണ്. അതേമാതിരി മന്ത്രിസഭയിലെ മറ്റു അംഗങ്ങളെക്കുറിച്ചും ഒരു റഫായിട്ട് പറഞ്ഞു കഴിഞ്ഞു. കാരണം അതിനെക്കുറിച്ചൊന്നും വലിയ രീതിയിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ. അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം, അല്ലാണ്ട് വാരി വലിച്ച് എല്ലാം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്ന ഈ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള മന്ത്രിസഭയിലെ മാറ്റങ്ങളും മന്ത്രിസഭയുടെ തീരുമാനങ്ങളും ഒക്കെ നമുക്ക് നിർണായകമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അറിയുന്നവർക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ അപ്ഡേറ്റ് BBC-യും UK ഗവൺമെൻറ്റും ഔദ്യോഗികമായി പുറത്തുവിട്ട ന്യൂസുകളിൽ നിന്നും ഉള്ള അറിവ് മാത്രമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത്. അപ്പോൾ ഇതേപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകരുത്. നിങ്ങൾ എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും താഴെ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബൈ, സി യു, താങ്ക് യു വെരി മച്ച്.